യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, അല്പസമയം ഈ ഞായറാഴ്ച ദിവസം നിങ്ങളോടൊപ്പമായിരിക്കാനായിട്ട് ദൈവം നൽകിയ വലിയ അവസരത്തെ ഓർത്ത് ദൈവത്തിന് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇവിടെ ഈ ശുശ്രൂഷകൾക്കായിട്ട് വരുന്നത്. 2 വർഷം മുമ്പ് ഒരു പ്രാവശ്യം ഇവിടെ വന്നിരുന്നു. ബ്രദറ് വിളിച്ച് അതൊരു ദിവസം ഫുൾ ഡേ പ്രോഗ്രാമായിരുന്നു. അതിൽ ഇടയ്ക്ക് ഞാൻ വന്ന് ഒരു ദിവസം വന്ന് ഒരു ക്ലാസ്സും ആരാധനയിലെ കുർബാനയൊക്കെ നടത്തിയിട്ടാണ് ഞാൻ പോയത്. തീർച്ചയായിട്ടും ഈ റോമ മഹാനഗരത്തിലെ പ്രാർത്ഥനയുടെ ഒരു ആലയം ഉണ്ടായിരിക്കുക എന്നുള്ളത് നമുക്കൊക്കെ വലിയൊരു ആവശ്യമാണ്. ലോകത്തിന് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് നമ്മളിവിടെ വന്ന് ഇവിടെ ഒരു പുതിയ ജീവിതം ആരംഭിക്കുമ്പോൾ കുറേ വർഷങ്ങളായിട്ട് വന്നവരുണ്ട്, വന്നിട്ട് ഒരുപാട് വർഷങ്ങളാകാത്തവരുണ്ട്, ജീവിതം ഒരു തരത്തിൽ സ്ഥിരപ്പെട്ടവർ നല്ല രീതിയിൽ പോകുന്നവരുണ്ട്, ഇനിയും ജീവിതത്തെക്കുറിച്ച് ഒന്ന് ശരിയാകാത്തതിനെ കുറിച്ചുള്ള ആശങ്കകളോടൊക്കെ നിൽക്കുന്നവരുണ്ട്. ഇപ്പോൾ പ്രത്യേകമായിട്ട് ഈ പ്രാർത്ഥിക്കാനായിട്ട് ഇവിടെ ഒരുമിച്ച് കൂടുക എന്നുള്ളത് നമുക്കൊക്കെ വലിയൊരു ആശ്വാസത്തിന് അനുഭവമാണ്. ഒരുമിച്ച് പ്രാർത്ഥിക്കാനായിട്ട്, ഒരുമിച്ച് നമ്മുടെ സങ്കടങ്ങളൊക്കെ ദൈവസന്നിധിയിൽ അല്പനേരം നമ്മളെ തന്നെ മറന്നുകൊണ്ട് സമർപ്പിക്കാനും ദൈവത്തോട് പ്രാർത്ഥിക്കാനൊക്കെ ദൈവം നൽകുന്ന വലിയൊരു അവസരമാണിത്. അതിന് നമുക്ക് പ്രത്യേകമായിട്ട് ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് നമുക്കറിയാം, ദൈവത്തിൻ്റെ കരുണയുടെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്ന ഒരു ദിവസമാണ്. ദൈവം കാരുണ്യവാനാണ് എന്ന് നമുക്കെല്ലാവർക്കും തീർച്ചയായിട്ടും അറിയാവുന്നതാണ്. ദൈവത്തിന് കൊടുക്കുന്ന വലിയ വിശേഷണങ്ങൾ ഒന്നാണ് ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ സ്നേഹം. ദൈവം സ്നേഹമാകുന്നു എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത്. ദൈവത്തിൻ്റെ സ്നേഹം ഏറ്റവും കൂടുതൽ നമുക്ക് പ്രകടമാകുന്നത് ദൈവത്തിൻ്റെ കരുണയിലൂടെയാണ്. നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ചകളിൽ ഈശോയുടെ പീഡാനുഭവത്തിലൂടെയും സഹനത്തിലൂടെയും മരണത്തിലൂടെയും ഉദ്ധാനത്തിൻ്റെയൊക്കെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ദിവസങ്ങളായിരുന്നു. മനുഷ്യകുലത്തോടുള്ള തൻ്റെ അഗാധമായിട്ടുള്ള സ്നേഹം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈശോ കുരിശിൽ നമുക്ക് വേണ്ടി മരിച്ചത്. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ കരുണയുടെ ഒരു അടയാളമായിരുന്നു. പിതാവായ ദൈവം ഈ ലോകത്തോട് കാരുണ്യം കാണിച്ചു, സ്നേഹം കാണിച്ചു. തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്ക വിധം ദൈവം ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്നുള്ളതാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത്. അതുപോലെ നമ്മളോട് സ്നേഹം കാണിച്ച, കരുണ കാണിച്ച ഒരു ദൈവത്തിൻ്റെ കാരുണ്യത്തിന് മുമ്പിലാണ് നമ്മളായിരിക്കുന്നത്. ആ ദൈവത്തിൻ്റെ കരുണയുടെ തിരുനാൾ ആഘോഷിക്കാനായിട്ടാണ് നമ്മളിവിടെ ആയിരിക്കുന്നത്. അപ്പം ആ കരുണ ജീവിതത്തിൽ സ്വീകരിക്കാനായിട്ട് നമുക്ക് തയ്യാറാകാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലെ വിശുദ്ധ ലൂക്കാ സുവിശേഷം 14-ാമത്തെ അധ്യായം 15-ാമത്തെ അധ്യായം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പ്രധാനമായിട്ട് ദൈവത്തിൻ്റെ കരുണയുടെ സുവിശേഷം എന്നാണ് അറിയപ്പെടുന്നത്. ദൈവ കാരുണ്യത്തെക്കുറിച്ചാണ് വിശുദ്ധ ലൂക്കാ സുവിശേഷകൻ ധാരാളമായിട്ട് എഴുതുന്നത്. 15-ാമത്തെ അധ്യായത്തിൽ പ്രത്യേകമായിട്ട് പറയുന്ന ലൂക്കാ സുവിശേഷകൻ വിവരിക്കുന്ന 3 ഉപമകൾ ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തെ എടുത്തു കാണിക്കുന്ന ഉപമകളാണ്. നമുക്കറിയാവുന്നതാണ്. ഒന്നാമതായിട്ട് കാണാതായ ആടിൻ്റെ ഉപമ, രണ്ടാമതായിട്ട് നമ്മൾ കാണുന്ന കാണാതായ നാണയത്തിൻ്റെ ഉപമ, മൂന്നാമതായിട്ട് നമുക്കെല്ലാം ഏറ്റവും സുപരിചിതമായിട്ടുള്ള കാണാതായ മകന്റെ ഉപമ, ധൂർത്തപുത്രന്റെ ഉപമ. അപ്പൊ ദൈവം കാണാതെ പോയതിനെ തേടി പോകുന്ന ഒരു ദൈവത്തിന്റെ കഥയാണ്. 3 ഉപമകളും ദൈവകാരുണ്യത്തിന്റെ ഉപമയാണെന്ന് പറയാനായിട്ട് കാരണം, നമ്മൾ ഈ ഓർഡർ അനുസരിച്ചല്ല ഞാൻ പറയുന്നത്. കാണാതായ ആടിന്റെ ഉപമ, കാണാതായ നാണയത്തിന്റെ ഉപമ, കാണാതായ അല്ലെങ്കിൽ തിരിച്ചു വരുന്ന ധൂർത്തപുത്രന്റെ ഉപമ. 3 ഉപമകളിൽ ഒരുപക്ഷെ നമ്മുടെ ജീവിതം എവിടെ നിൽക്കുന്നു എന്ന് നമ്മൾ ആഴത്തിൽ ഈ നിമിഷങ്ങളിൽ ചിന്തിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മളും ഒരുപക്ഷെ ദൈവസന്നിധിയിൽ നിന്ന് കാണാതായവരായിരിക്കാം, ഒരുപക്ഷെ ദൈവസന്നിധിയിൽ നിന്ന് അകന്നിരിക്കുന്നവരായിരിക്കാം,
ദൈവസന്നിധിയിൽ നിന്ന് മാറി നിൽക്കുന്നവരൊക്കെ ആയിരിക്കാം. അപ്പൊ ഇപ്രകാരമാണ് ദൈവത്തിന്റെ കാരുണ്യം നമ്മളെ തേടി എത്തുന്നു എന്നുള്ളത് ഈ 3 ഉപമകളിൽ വിവരിച്ചുകൊണ്ട് നോക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. ഒന്നാമതായിട്ട് നമ്മൾ നോക്കുമ്പോൾ കാണാതായ നാണയത്തിന്റെ ഉപമ എന്നുള്ളതാണ്. നമ്മുടെ ജീവിതമായിട്ട്, വ്യക്തിപരമായ ജീവിതമായിട്ടൊക്കെ തട്ടിച്ചു നോക്കുമ്പോൾ കാണാതായ നാണയം എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ഒരു പക്ഷേ കാണാതായ നാണയം നമുക്കറിയാം. നമ്മുടെ കയ്യിൽ നിന്ന് ഒരു നാണയം കാണാതെ പോയി കഴിഞ്ഞാൽ, അമ്മച്ചിമാർക്കൊക്കെ അറിയാം, ഈ വീട്ടിലൊക്കെ നമ്മുടെ ഏറ്റവും വലിയ പരിപാടി എന്നുള്ളത് കാണാതെ പോയ സാധനങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ്. ജീവിതത്തിന് എന്തുമാത്രം നമ്മുടെ സമയമാണ് കാണാതായ ഒരു സാധനം കണ്ടുകിട്ടാൻ വേണ്ടി കളയുന്നത് എന്ന് നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ടറിയാം. ഈ വീട്ടിൽ ഞാൻ ഇരിക്കുമ്പോൾ എപ്പോഴും കാണാം, അമ്മമാരാണ് എല്ലാം സൂക്ഷിക്കേണ്ടതായിട്ടുള്ള കടമ. അമ്മമാരുടെ കയ്യിലാണ് എല്ലാ കാര്യങ്ങളും സൂക്ഷിക്കേണ്ടത്. അമ്മമാരാണ്. കാരണം വീട്ടിൽ എന്ത് കാണാതെ പോയാലും അത് അമ്മമാരോടാണ് ചോദിക്കുന്നത്. എൻ്റെ ഷർട്ട് എന്തേ, എൻ്റെ പാൻറ് എന്തേ, അല്ലെങ്കിൽ ആ ബനിയൻ എന്തേ, അല്ലെങ്കിൽ ആ റേഷൻ കാർഡ് എവിടെ ഇരിക്കുന്നത്, ആധാർ കാർഡ് എവിടെയാണ് ഇരിക്കുന്നത്, എൻ്റെ മോതിരം എന്തേ, വാച്ച് എന്തേ, മാല എന്തേ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഓരോ ദിവസവും നമ്മൾ നോക്കുമ്പോൾ കാണാതെ പോയ സാധനങ്ങൾ കണ്ടെത്താനായിട്ട് നമ്മൾ എന്തുമാത്രം സമയം കളയുന്നതെന്ന് നോക്കി. ചിലപ്പോഴൊക്കെ വീട്ടിൽ പോയി നോക്കുമ്പോൾ, വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ കാണാം റേഷൻ കാർഡ് നോക്കി, എന്നും റേഷൻ കാർഡ് നോക്കലാണ്. അല്ലെങ്കിൽ ആധാർ കാർഡ് നോക്കിയാൽ ഒരിക്കലും കാണാറില്ല. ബാങ്കിന്റെ പാസ്ബുക്ക് ആയിരിക്കും ചില സമയത്ത് കാണാതെ പോകുന്നത്. അല്ലെങ്കിൽ ചില ഡ്രസ്സുകൾ നമ്മൾ കറക്റ്റ് അവിടെ വെച്ചതായിരിക്കും. അല്ലാത്ത സമയത്തെല്ലാം കാണും, നോക്കുന്ന സമയത്ത് പലതും കാണില്ല.